വിവാഹിതരായ മകളുടെ ഭർത്താവിനെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വെമ്പായം സിയോൺ കുന്ന് പനച്ചുവിള വീട്ടിൽ ജോണാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ മകളുടെ ഭർത്താവ് വെമ്പായം പേറ്റിനാട് കളിവിളാകം സുഭദ്ര ഭവനിൽ അഖിൽജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചാണ് അജീഷയും അഖിൽജിത്തും ഒരു മാസം മുമ്പ് വിവാഹിതരായത്. എന്നാൽ അഖിൽജിത്തിന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ അജീഷയുടെ സഹോദരങ്ങൾ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എങ്കിലും ഒരാഴ്ച മുമ്പ് അജീഷ വീണ്ടും അഖിൽജിത്തിനോടൊപ്പം പോയി. ഇതാണ് പിതാവായ ജോണിനെ പ്രകോപിപ്പിച്ചത്. സംഭവം നടന്ന ശനിയാഴ്ച വൈകുന്നേരം ജോൺ തന്റെ ലോറി ഓടിച്ച് കൊപ്പം CSI പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് അജീഷയും അഖിൽജിത്തിനെയും റോഡിനരികിൽ കാണാനിടയായത്. അവരെ കണ്ടയുടൻ ജോൺ തന്റെ വാഹനം നിർത്തി. ഇരുവരും സമീപത്തുള്ള ഒരു കടയിൽ നിന്ന് കാറിലേക്ക് കയറുന്നതിനിടെ ജോൺ മനഃപൂർവ്വം ലോറി അവരുടെ നേർക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ ആക്രമണത്തിൽ അഖിൽജിത്ത് ലോറിക്കും കാറിനുമിടയിൽ ഞെരിഞ്ഞമർന്നു. അടിയന്തരമായി സ്ഥലത്തെത്തിയ നാട്ടുകാർ ചേർന്ന് ഗുരുതരമായി പരിക്കേറ്റ അഖിൽജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇതേസമയം സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ജോണിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ലോറി പിടിച്ചെടുക്കുകയും ചെയ്തു. സംഭവം നടക്കുമ്പോൾ മകൾ അജീഷയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും അജീഷയ്ക്ക് പരുക്കൊന്നും ഏറ്റിട്ടില്ല. അഖിൽജിത്തിന്റെ ആദ്യ വിവാഹമാണ് ഈ കൊലപാതക ശ്രമത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഈ വിവാഹത്തെ എതിർത്തതിനാലാണ് ജോൺ ഈ കടുംകൈ ചെയ്തതെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. CHO ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇത് വെറുമൊരു കൊലപാതക ശ്രമം മാത്രമല്ല, ജാതിമത ഭേദമന്യേ പ്രണയ വിവാഹങ്ങളെ എതിർക്കുകയും അതിരുകടന്ന കുടുംബ ബഹുമാനം ഒരു വ്യക്തിയെ എത്രത്തോളം അതിക്രൂരമായ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നു എന്നതിന്റെയും ഉദാഹരണമാണ്. ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അതിക്രമങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ഏറെ വർദ്ധിപ്പിക്കുന്നു. കുടുംബത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ജീവിതം തിരഞ്ഞെടുക്കുന്ന യുവതലമുറയെ ശാരീരികമായി ആക്രമിക്കാൻ പോലും ചിലർ മടിക്കില്ല എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറിയിട്ടുണ്ട്. അഖിൽജിത്തിന്റെ ചികിത്സയും കൂടുതൽ അന്വേഷണങ്ങളും നടക്കുന്നു. ജോണിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.